ഹായ് എവരി വൺ. ടീസ് യു എ ലെസൺ എന്ന കൊറിയൻ സീരീസ് കണ്ടു. ഒറ്റ സീസണേ ഉള്ളൂ കേട്ടോ. ഇപ്പോ പൊതുവെ ഇൻസ്റ്റയിൽ പൊതുവെ ട്രെൻഡിങ് ആയിരുന്നു കുറച്ചായിട്ട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ ഞാൻ പോയി കണ്ടതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നെറ്റ്ഫ്ലിക്സിലാണ്. എനിക്ക് തോന്നുന്നു ജൂൺ 5 ആ ടൈമിലോ മറ്റാണ് ഇത് റിലീസായത്. പിന്നെ ഇൻസ്റ്റയിൽ അത് കുറെ കടന്ന് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് കുറെ ട്രെൻഡിങ് ആയിരുന്നു. എന്റെ ഫീൽഡിലൊക്കെ കുറെ വന്നിരുന്നു. അപ്പോഴാണ് ഞാൻ പോയി കണ്ടത്. ഒരു കോളേജിൽ നടക്കുന്ന ചിൽഡ്രൻസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന അടി ഇടി സെറ്റപ്പ്, കുറച്ച് കാവോസും അതിനെതിരെ അത് ഇത്തിരി ബ്രൂട്ടൽ ആയിട്ടുള്ള കാവോസാ പറയുന്നത് കേട്ടോ. കുറച്ച് ചിൽഡ്രൻസിന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിനെതിരെ വരുന്ന ഒരു ആന്റി റാഗിങ് സ്ക്വാഡ് പോലത്തെ ഒരു സെറ്റപ്പ്. അതാണ് ചില സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിട്ട് തരുന്ന കുറച്ച് മൂമെന്റ്സ് ഒക്കെ ഉണ്ട്. സത്യത്തിൽ ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ കേരളത്തിൽ വരണം എന്നൊക്കെ ഈ സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി. ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ വേണം ശരിക്കും. ഉണ്ടാവുമായിരിക്കും ഹ്യൂമൻ റൈറ്റ്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇങ്ങനെയൊന്നും അല്ലല്ലോ. അതിന് അതേ നാണയത്തിലൊക്കെ മറുപടി കൊടുക്കുന്ന കുറച്ച് സെറ്റപ്പ് ഒക്കെ വേണം നമ്മുടെ നാട്ടില്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പൊളിക്കും. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിപ്പോ ടീച്ചേഴ്സിന്റെ ഇടയിലാണെങ്കിലും ചിൽഡ്രൻസിന്റെ ഇടയിലാണെങ്കിലും ഇത്തരം റാഗിങ്ങും അത്തരം സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ് ഈ സീരീസ് മൊത്തം. ഓരോ എപ്പിസോഡും തീരണമെന്ന് അറിയില്ല, അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അല്ലാതെ സ്റ്റോറി ബിൽഡ് ആവാൻ കുറെ ടൈമൊന്നും എടുക്കുന്നില്ല. ഡയറക്ട്ലി ഈ സ്റ്റോറിയിലേക്ക് എൻ്റർ ആവുക തന്നെയാണ്. ഫസ്റ്റ് എപ്പിസോഡ് മുതൽക്ക് തന്നെ, ഫസ്റ്റ് എപ്പിസോഡിന്റെ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ മിനിറ്റ് മുതൽ തന്നെ കറക്റ്റ് ഡയറക്ട്ലി സ്റ്റോറിയിലേക്ക് എൻ്റർ ആവുക തന്നെയാണ്. അല്ലാതെ ബിൽഡ് ചെയ്യേണ്ട സമയമൊന്നും ഇതിന് വരുന്നില്ല. നല്ല നല്ല സീരീസ് ആണ്. താല്പര്യമുള്ളവരെ കണ്ടു നോക്കാം. പിന്നെ കൊറിയൻ സീരീസും ഒക്കെ താല്പര്യമുള്ളവർ പ്രത്യേകിച്ചും കണ്ടു നോക്കാം. നല്ല മേക്കിംഗ് ആണ്. അപ്പൊ ഓക്കെ, ബൈ.